ഒരു ബർക്കത്ത് കിട്ടുക. അതാണ് സമ്പത്തിൽ ബർക്കത്ത്, സമയത്തിൽ ബർക്കത്ത്, ആരോഗ്യത്തിൽ ബർക്കത്ത്, മക്കളിൽ ബർക്കത്ത്, എല്ലാത്തിനും ബർക്കത്തുണ്ടാവുക എന്നത് പ്രധാനമാണ്. അതില്ല, ആ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോയാലോ ഒരു കാര്യമില്ല. അപ്പം നബി ഞങ്ങൾ കച്ചവടത്തെ പറ്റി പറഞ്ഞല്ലോ, കച്ചവടത്തിൽ സത്യസന്ധത പാലിച്ചുകൊണ്ടാണ് കച്ചവടമെങ്കിൽ ബൂരിക്കലഹുമ ഫീ ബൈഇഹിമ, ഇവിടെ കച്ചവടത്തിൽ അല്ലാഹു തആല ബർക്കത്ത് നൽകും. വഇൻ കദബ വകതമ, കളവ് പറയുകയും അഴിബുകൾ മറച്ചു വെക്കുകയും ചെയ്തുകൊണ്ടാണ് കച്ചവടമെങ്കിൽ മുഹിഖത്ത് ബറക്കത്തു ബൈഇഹിമ, ഇവിടെ കച്ചവടത്തിൻ്റെ ബർക്കത്ത് മായ്ക്കപ്പെടും. നല്ല കച്ചവടം ഉണ്ടാവും, പക്ഷെ ഒരു സ്വസ്ഥതയില്ല, സമാധാനമില്ല, ഒന്നുമില്ല. ഓരോ കിട്ടുന്നതനുസരിച്ച് അതിൻ്റെ ഏറെപ്പുറത്ത് വേറെ ചിലവാകുന്നു, ഒന്നിനും ഒരു സമാധാനം കിട്ടുന്നില്ല. എനിക്ക് എന്തു കാര്യമുണ്ട്? എല്ലാം ഉണ്ടായിട്ടും മനുഷ്യന് ഒരു സമാധാനമില്ലെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് അതിന് പ്രയോജനമൊന്നും ഇല്ല. അപ്പൊ കുറേ സമ്പത്തുണ്ടാവുക എന്നതല്ല ഗിനൻ നഫ്സ്, മനസ്സിൻ്റെ ധന്യത, അതാണ് ശരിയായ ധന്യത. അപ്പൊ അള്ളാഹുവിന്റെ ഇബാദത്തിന് മുന്തിയ പരിഗണന കൽപ്പിക്കുന്നുവെങ്കിൽ അല്ലാഹു തആല മനസ്സിനൊരു ധന്യത, മനസ്സിനൊരു ഐശ്വര്യം അല്ലാഹു തആല ഇട്ടുകൊടുക്കും. ദുനിയാവിൻ്റെ കാര്യങ്ങളെക്കാൾ ഏറെ അല്ലാഹുവിന്റെ ഇബാദത്ത്, ആഖിറത്തിന്റെ കാര്യങ്ങൾ, അതിനൊരാൾ പ്രാമുഖ്യം നൽകുന്നുവെങ്കിൽ അതിൻ്റെ ഫലമായി റബ്ബ് ദുനിയാവിൽ തന്നെ അവന് മാനസികമായ സംതൃപ്തി, ഒരു ഐശ്വര്യം അല്ലാഹു തആല അവന് നൽകും.